നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഷീസ് ലവോറ ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. വെളുത്ത കളറിലുള്ള നാരങ്ങ അച്ചാർ. വെളുത്ത കളറിലുള്ള ഈ നാരങ്ങ അച്ചാർ എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ നാരങ്ങയാണ്. നല്ലതുപോലെ പഴുത്ത 16 നാരങ്ങയാണുള്ളത്. അതിൽ ഒരു നാരങ്ങയെ 8ആയിട്ട് മുറിച്ചാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ നടുവേ മുറിച്ചതിന് ശേഷം ഓരോ പീസും 4ആയിട്ട് മുറിക്കും. 8ആയി മുറിച്ച നാരങ്ങ ഒരു ബൗളിലേക്ക് മാറ്റി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടണം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. 4 ടേബിൾ സ്പൂൺ ഉപ്പ് നാരങ്ങയ്ക്ക് കണക്കായിരിക്കും. 1/2 കിലോ നാരങ്ങയ്ക്ക് 4 ടേബിൾ സ്പൂൺ ഇട്ട ശേഷം ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഉപ്പ് എല്ലാ ഭാഗത്തും ചേരുന്നതിന് വേണ്ടിയിട്ടാണ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ഇളക്കിയിട്ട ശേഷം നമുക്ക് അരമണിക്കൂർ മൂടി വെക്കാം. അരമണിക്കൂർ മുതൽ 2 മണിക്കൂറോ അതിൽ കൂടുതലോ ഒക്കെ മൂടി വെക്കാവുന്നതാണ്. അതിനുശേഷം ഈ നാരങ്ങയിലേക്ക് ചേർക്കാനുള്ള മുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം തയ്യാറാക്കാം. ഞാനിവിടെ 16 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അതിലൊരു മുളകിനെ ഇതുപോലെ മുറിച്ചെടുക്കും. ഇതുപോലെ 8-10 പീസാക്കാം. അങ്ങനെ 16 പച്ചമുളക്, ആവശ്യത്തിന് വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ അരിഞ്ഞു വെക്കുക. ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും 1/2 കപ്പ് വീതമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കറിവേപ്പിലയും കൂടെ എടുത്ത് വെക്കാം. അതിനുശേഷം ഒരു സ്റ്റീലിൻ്റെ ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് നല്ലെണ്ണ ചേർക്കാം. കൂടുതൽ കാലം സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി നല്ലെണ്ണ ഉപയോഗിക്കാവുന്നതാണ്. എണ്ണ ചൂടായ ശേഷം ഇതിലേക്ക് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഉലുവയും കൂടെ ചേർത്ത് പൊട്ടിച്ചെടുക്കാം. ഒന്ന് ഇളക്കിയിട്ട ശേഷം അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചേർക്കണം. ആദ്യം നമുക്ക് പച്ചമുളക് ചേർക്കാം. അപ്പോൾ തീ കുറച്ചിടാൻ സൂക്ഷിക്കുക. കാരണം അതിൻ്റെ കുത്തുന്ന സ്മെല്ല് കാരണം തുമ്മാൻ സാധ്യതയുണ്ട്. ഉടനെ തന്നെ ഇതിലേക്ക് ഇഞ്ചിയും കൂടെ തന്നെ വെളുത്തുള്ളിയും ചേർക്കാവുന്നതാണ്. മീഡിയം ഫ്ലെയിമിൽ എല്ലാം ഒന്ന് ഇളക്കി ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന രീതിയിൽ വറുത്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇളക്കാം. 1 മിനിറ്റ് ഒന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് ഉപ്പ് തിരുമ്മി വെച്ചിരിക്കുന്ന നാരങ്ങയും കൂടെ ചേർക്കാം. നാരങ്ങയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇപ്പോൾ തീ മീഡിയം ഫ്ലെയിമിൽ വെക്കാവുന്നതാണ്. ഒന്ന് ഇളക്കിയിട്ട ശേഷം നമുക്ക് മൂടി വെച്ച് 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിയുമ്പം മൂട മാറ്റി വെച്ച് ഒന്നും കൂടെ ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം തുറന്ന് വെച്ച് ഒരു 5 മിനിറ്റും കൂടെ വേവിക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ തുടരാവുന്നതാണ്. മാത്രമല്ല ഇതിൻ്റെ ഉള്ളിലെ വെള്ളം എത്രയുണ്ടെന്ന് നോക്കി ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഫുൾ ടൈം ഇളക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്ക് വെള്ളം ഉണ്ടോ എന്ന് നോക്കി കുറേശ്ശെയായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. 5 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കാം. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം. 2 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് 1/2 കിലോ നാരങ്ങയ്ക്ക് വേണ്ടിയിട്ടുള്ള അളവാണ്. ഇതിൽ നാരങ്ങ തിളപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന കയ്പും ഇതിൽ ചേർത്തിരിക്കുന്ന വിനാഗിരിയും എല്ലാം ഒന്ന് ബാലൻസ് ആവുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാരയും കൂടി ചേർക്കുന്നത്. ആദ്യമൊക്കെ ഇതിനൊരു കയ്പുണ്ടാവുമെങ്കിലും പുറത്ത് നമ്മളൊരു 5 ദിവസം വെച്ചതിന് ശേഷമാണ് ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നത്. 5 ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ കയ്പെല്ലാം മാറി. അതിനുശേഷം തീ ഓഫാക്കി തണുക്കാൻ വെക്കാം. തണുത്തതിന് ശേഷം നല്ലതുപോലെ ഉണങ്ങി തുടച്ച ഒരു കുപ്പിയിലേക്ക് ഇത് മാറ്റി 5 ദിവസം സൂക്ഷിക്കാം. 5 ദിവസം കഴിയുമ്പോൾ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്.
ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കൂടുതൽ വീഡിയോസ് കാണുന്നതിന് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമേ.